Deus celebrent agmina celi tuum. Tecum dires onem Christi arum cori, qui clarus meritis iunctus es in vite. Casto federe Virgini, al mocum Domidam gemine conugem, admirans dubiat angelis anxius, afflatus superi flaminis angelis. മുതൽ നടന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പരിശുദ്ധ പരിമലത്തിനുവേണ്ടിയുടെ കവറെങ്കിൽ നടന്നു ചെല്ലുന്ന ഒരു യാത്രയല്ല പദയാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. മറിച്ച് അതുപോലെ നടക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ് പദയാത്ര എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്ന് യുവാനിയശ്വരിവേനി പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ ചിന്തകൾ എല്ലാ വർഷവും യൗസേപ്പ് പിതാവിന്റെ ഓർമ്മയോടനുബന്ധിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അധികമൊന്നും പറയാതെ ജീവിച്ചു കാണിച്ച ഒരു വ്യക്തിയാണ് യൗസേപ്പ്. പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കും, കുറച്ച് മാത്രം പറഞ്ഞ് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. വലിയ ജീവചരിത്രം യൗസേപ്പിനെ പറ്റി എഴുതിയിരിക്കുകയാണ്. ഒരു വലിയ ജീവചരിത്രം യൗസേപ്പിനെ പറ്റി എഴുതിയിരിക്കുകയാണ്. ജീവചരിത്രം ഒറ്റ വാചകം മാത്രമാണ്. യൗസേപ്പ് നീതിമാനായ മനുഷ്യൻ ആയിരുന്നതുകൊണ്ട്, യൗസേപ്പ് നീതിമാനായ മനുഷ്യനായിരുന്നതുകൊണ്ട്, യൗസേപ്പ് മനുഷ്യൻ ദൈവത്തെ നീതിമാനെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ നീതിമാനെന്ന് വിശ്വസിപ്പിക്കും. നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് സങ്കീർത്തനക്കാരന്റെ ഒരു ശൈലിയാണ് നീതിമാനായ ദൈവം എന്ന് വിശേഷിപ്പിക്കുക. നീതിമാനെന്ന് വിശേഷിപ്പിക്കുന്നത് യൗസേപ്പിനെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ വിശേഷമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു യൗസേപ്പ്. നീതിമാനായ മനുഷ്യനായ മനസ്സിലായിരുന്നു. ദൈവസന്നിധിയിൽ നീതിപൂർവ്വം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ യൗസേപ്പിനെ പറ്റി ധാരാളം ചിന്തകളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഏറ്റവും വലിയ വിശേഷണമാണ് യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് പറയുന്നത്. വീണ്ടും വരുമ്പോഴത്തേക്ക് ഒരു ശാന്തനായ മനുഷ്യനായിരുന്നു യൗസേപ്പ്. ദിവസത്തിൽ മൗനമായിട്ടിരുന്ന് യേശുദമ്പുരാന്റെ ജനനത്തിന് വേണ്ടി മൗനമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് യൗസേപ്പ്. മൗനത്തിന് ഒത്തിരി മൗനം എന്ന് പറയുന്നത് എല്ലാവരേക്കും അനുഷ്ഠിക്കുവാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാസങ്ങളോളം പ്രാർത്ഥന ശബ്ദമല്ലാതെ മറ്റൊന്നും വായിക്കുന്നവരാണ് മൗനിയായിരിക്കുക. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചൊരു സംഭാഷണമുണ്ടായിരുന്നു മൈലപ്രായിൽ. ശമൂവേൽ പ്രവാചകന്റെ മാതാവായ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ശബ്ദമൊന്നും വായിക്കുന്നു വരുന്നില്ല, ചുണ്ടുകളും മന്ത്രിക്ക് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന അവസരത്തെ കുറിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. Conceptum puerum docet, Donatum Dominum stringis ad exteras, Egypti profugum tu sequeris plagas, Salimis queris et inveni.
omnisciens gaudia fletibus. Post mortem reliquos ols via consecrat, panamque meritos glorias oscipit, tu vivens superis quam flueris Deo. Mira sorte mea Dio, nobis o matrias marge precantibus, da Iosef meritis sideras candere, ut tandem niceat nos tibi perpeti.